എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ലൈഫിൽ മാത്രം നടക്കാത്തതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മിക്കവാറും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നത് സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട ബൈൻ എഴുതിയിട്ടുള്ള സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടായിരിക്കും. ഓൾമോസ്റ്റ് ഈ ലോ ഓഫ് അട്രാക്ഷന് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത് ഈ ഒരു ബുക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ്. ആ ബുക്ക് ഇപ്പോൾ മലയാളത്തിലും പല ലാംഗ്വേജിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനത്തെ ചില ബുക്കുകളാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ലൈഫിൽ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ടാണ് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് എനിക്കിത് പ്രാക്ടീസ് ചെയ്തിട്ട് പല പല കാര്യങ്ങളും നേടാനായിട്ട് സാധിച്ചു. എന്നാൽ ചിലർ പറയാറുണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന്. വേറെ ചിലർ പറയും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഈ കാര്യം നടന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം വീണ്ടും നഷ്ടപ്പെട്ടു, ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചില ആളുകൾ പറയും ഈ തിയറി ഭയങ്കര ട്രൂ ആണ്, ചില ആളുകൾ പറയും ഇത് പറ്റിക്കൽസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല പല അഭിപ്രായങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തിയറിയെ കുറിച്ചിട്ട് കേൾക്കുന്നത് 2016 അപ്പോൾ അന്ന് അത് മനസ്സിലാക്കിയിട്ട്, ആ ഒരു തിയറി മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഏകദേശം ഒരു വർഷമൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചത് കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് ബുക്സ് അധികം വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും പ്രാക്ടീസ് ചെയ്തവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് നല്ല രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കി. പിന്നെ ആ സീരീസിലുള്ള പവർ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, സീക്രട്ട് ഡെയിലി ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാജിക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അങ്ങനെ കുറേ ബുക്കുകളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ വായിച്ചു. അപ്പോൾ അത് അത്രയും ഒരു വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരുന്നു ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയായിരുന്നു. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടിരിക്കുമ്പോൾ അടുത്തൊരു ജോലി. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ജോലി അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ അത് പോസിബിളായി. പക്ഷെ ഞാൻ അന്നത്തെ സമയത്ത് എനിക്ക് ഭയങ്കര വിശ്വാസമൊന്നും ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം വളരെ മോശം സിറ്റുവേഷൻ ആയാൽ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മളിത് ആ ഒരു തിയറി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ എനിക്ക് ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും പോസിബിൾ അല്ല, അന്നത്തെ സമയത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഒട്ടും പോസിബിൾ അല്ലാത്ത, ഒട്ടും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങളായിരുന്നു ഞാനന്ന് ജോലിയെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാനും എൻ്റെ ലൈഫിൽ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അടുത്തൊരു കേസ്, എനിക്ക് വീട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീടും നമ്മൾ ഈ ഒരു തിയറി അപ്ലൈ ചെയ്തിട്ടാണ് ഇത് നേടിയത്. പക്ഷേ ആളുകൾ പറയുന്ന പോലെ ഒരു മാജിക്കലി എൻ്റെ അടുത്തോട്ട് വന്നു ചേരും, ഭയങ്കരമായിട്ട് ഒരു മാജിക്ക് പോലെ വരും, അങ്ങനത്തെ ഒരു തിയറിയിലൊന്നും അല്ലായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും ഈ തിയറി ഈ ഒരു ബുക്കിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത് അത് യൂണിവേഴ്സൽ ലോസിൽ ഒന്ന് മാത്രമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് മറ്റു ലോസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു യൂണിവേഴ്സൽ ലോസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് വൺനെസ്, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് കർമ്മ, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചപ്പോൾ നമുക്ക് ഈ സോൾ, മൈൻഡ്, ബോഡി അങ്ങനത്തെ കണക്ഷനെ കുറിച്ച് പഠിക്കണം എന്ന് തോന്നി. സ്പിരിച്വാലിറ്റി എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അതിക്ക് മുന്നേ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഹിമാലയത്തിൽ എവിടേക്കോ പോയി തപസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രുദ്രാക്ഷം ഇട്ടിരിക്കുന്നു, ഒരു സന്യാസിയുടെ ഒരു ലൈഫ് പോലെയൊക്കെയായിരുന്നു അന്ന് മനസ്സിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴാണ് നമ്മളെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ്സാണ്, നമുക്ക് നമ്മളുമായിട്ടുള്ളൊരു കണക്ഷനാണ്, നമ്മളെന്താണെന്നുള്ളൊരു കാര്യമാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എളുപ്പത്തിലാവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ ഒരു ബുക്ക് മാത്രം ബേസ് ചെയ്തിട്ടല്ല എല്ലാം നടന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ എന്ന് പറയുന്നത് ഒരേപോലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തിയറിയാണ്. ഒരേ വൈബ്രേഷനിലുള്ളത് അട്രാക്ട് ചെയ്യുന്നു, ഒരേ ഫ്രീക്വൻസിയിലുള്ളത്, ഒരേ ചിന്താഗതിക്കാർ തമ്മിൽ ചേരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മളിലോട്ട് വരാൻ വേണ്ടി അതിനുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാവരും നമ്മളിലോട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നാണ് ഈ തിയറി വരുന്നത്. എന്നാൽ ചില ആളുകൾക്ക് മാത്രം നടക്കും, ചില ആളുകൾക്ക് നടക്കൂല എന്നാണ് പല ആളുകളും പറയുന്നത്. അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്കത് എപ്പോഴെങ്കിലും നടക്കും, ഒരാഗ്രഹം പറഞ്ഞിട്ട് അതെനിക്ക് നടക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളല്ല.
അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നൊരു സാധനം കൂടി ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചില നല്ല വ്യക്തികൾക്ക് മോശം സംഭവിക്കുന്നതൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മളുടെ വൈബ്രേഷനിലുള്ളതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കുറേ ആളുകളെ നമ്മൾ യൂട്യൂബിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി അങ്ങ് തകർക്കുകയാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ആരെ കണ്ടാലും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്ന് കുറേ പറയുന്ന കുറേ ആളുകളുണ്ട്. അതായത് നമ്മളുടെ വൈബ്രേഷൻ, ഈ താങ്ക് യു പറഞ്ഞാൽ വൈബ്രേഷൻ ഷിഫ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടും ചില ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ താങ്ക് യു എഴുതി മടുത്ത്, ഞാൻ അവസാനിപ്പിച്ചു ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ താങ്ക് യു എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വൈബ്രേഷൻ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം. അല്ലാണ്ട് കുറേ താങ്ക് യു ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേഷൻ ഉയരും എന്നുള്ളൊരു സാധനമല്ല. അതായത് ചില ആളുകൾക്ക് ലൈഫിൽ എപ്പോഴും പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരിക്കും. എനിക്കതില്ല, ഇതില്ല, എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല, എനിക്ക് സാഹചര്യം മോശമാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പ്രായം കൂടിപ്പോയി, എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഇല്ല, എനിക്ക് ഭാഗ്യമില്ല. അങ്ങനെ പരാതികളായിരിക്കും ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. ഓഫ് കോഴ്സ് പരാതികൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നത് എന്തിലോട്ടാണെന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ 1-2 പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ചില ആളുകൾ എന്ന് പറയുന്നത് 2 പോസിറ്റീവ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ടൈം മുഴുവനും പരാതികൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. പരാതികൾ നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴും നമ്മളുടെ വൈബ്രേഷൻ ഡൗൺ ആയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുപോലത്തെ നല്ല ചിന്തകളായിരിക്കണം ഉണ്ടാവുന്നത്. അപ്പോൾ പരാതികൾക്ക് പകരം നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ, നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്, താമസിക്കാനൊരു സ്ഥലമുണ്ട്, നമ്മളുടെ ലൈഫിലുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാൻ, പരാതികൾ പറയാതിരിക്കാൻ ഒരുപാട് റീസൺസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ചോയ്സാണ്. അതായത് ഈ പരാതികളിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ ഈ നല്ല കാര്യങ്ങളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് നമ്മളുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ഒരു സ്ഥലത്ത് തന്നെയാണ് 2 വ്യക്തികൾ ഇരിക്കുന്നതെങ്കിലും അവർക്ക് ഒരാൾക്ക് വേണമെങ്കിൽ പരാതിയിലോട്ട് നോക്കാം, വേറൊരാൾക്ക് നല്ല കാര്യങ്ങളിലോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഇങ്ങനെ തെറ്റായ രീതിയിൽ വിചാരിക്കാറുണ്ട്. അതായത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ആളുകളോട് സംസാരിക്കുന്നു, ഭയങ്കര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഭയങ്കര നല്ലതൊക്കെ വരും എന്ന്. പക്ഷേ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കൂ, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പെരുമാറുന്നതൊക്കെ വളരെ കുറച്ച് പെർസെൻറ്റേജേ വരുന്നുള്ളൂ. കൂടുതൽ സമയം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരാളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ പറയും, വരൂ, കയറി ഇരിക്കൂ, വെള്ളം വേണോ, ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ട്. ചില വ്യക്തികൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുത്തി വളരെ ഇഷ്ടത്തോടു കൂടി ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ചിലരാകട്ടെ അവർ വരുമ്പോൾ, ഈ ആളുകൾ വന്നല്ലോ, ഈ നേരത്താണല്ലോ വന്നത് മനുഷ്യൻ്റെ സമയം കളയാനായിട്ട്, ഇവർക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. പക്ഷെ പുറമേ കാണിക്കുന്നത് ഇവർ ഭയങ്കര നല്ല ഇതായിരിക്കും പുറമേ കാണിക്കുന്നത്. മറ്റുള്ളവരും വിചാരിക്കുന്നത് ഈ വ്യക്തി ഭയങ്കര നല്ലതാണെന്ന് വിചാരിക്കും. വെറുതെ ഒരു പ്രകടനം മാത്രമായിരിക്കും, അഭിനയം മാത്രമായിരിക്കും. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു വൈബ്രേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ പുറമേ കിടന്ന് ഒരുപാട് പ്രകടനങ്ങൾ എടുക്കാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്കുള്ളിൽ നിന്ന് അത് ഫീൽ ചെയ്യണം. എനിക്കിതൊക്കെ പരാതികൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആവുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ വൈബ്രേഷനും ഈ ഫ്രീക്വൻസി എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഉള്ള കാര്യം വല്ലതുമാണോ, ഇതിന് വല്ല സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു കാര്യം അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വൈബ്രേഷൻ്റെ ഭയങ്കര സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും നോക്കാതെ നമ്മൾ വെറുതെ സാധാരണ മനുഷ്യന്മാരുടെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ജീവിതത്തിൽ പല ആളുകളോട് സംസാരിക്കാറുണ്ട്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സമയം പോയത് നമ്മളറിയില്ല. ചില ആളുകളോടാണെങ്കിൽ എങ്ങനെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, നമുക്കൊരു താല്പര്യം തോന്നില്ല ചിലരോട് സംസാരിക്കാൻ. ചില വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോയതറിയില്ല. എന്നാൽ വേറെ ചില വീട്ടിൽ ചെല്ലുമ്പോഴെങ്ങനെയാണ്, കയറുമ്പോൾ തന്നെ ഇതിലേ കൂടി ഇറങ്ങി ഓടണം എന്ന് നമുക്ക് തോന്നും, ഒട്ടിരിക്കാൻ തോന്നില്ല. അതൊക്കെ ആ വീടിൻ്റെ ഒരു വൈബ്രേഷനാണ്, ആ വ്യക്തിയുടെ ഒരു വൈബ്രേഷനാണ്. നമുക്ക് അവരോട് അതിനെയാണ് നമ്മൾ പറയാറുള്ളത്, ഈ വ്യക്തി ഭയങ്കര പോസിറ്റീവ് വൈബാണ്, നമുക്ക് അവരോട് സംസാരിച്ചിരിക്കാം. നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാറുണ്ടല്ലോ, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. ലൈഫിൽ നമ്മൾ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സയൻറ്റിഫിക് എവിഡൻസ് വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും നമുക്ക് ലൈഫിൽ ചില കാര്യങ്ങൾക്ക് എവിഡൻസ് ഒന്നുമില്ല.
പക്ഷേ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഒരാളോടുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്നുള്ളത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈഫിൽ നമ്മൾ എവിഡൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകൾ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ഉയർത്താനാണ്. ഈ വൈബ്രേഷൻ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ വെറുതെ പുറമേ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഉള്ളിനെ നമുക്ക് നല്ല ചിന്തകളായിരിക്കണം വരേണ്ടത്. ഒരു ചാർട്ട് എൻ്റെ ഒരു പഴയ വീഡിയോസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. ഒരു ബുക്കിലുള്ളതാണ്, മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ ബുക്കിൻ്റെ. ഞാൻ മറന്നു ഈ ബുക്കിൻ്റെ പേരൊക്കെ. പണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ കുറേ ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയ നോളജായിരുന്നു അന്ന് ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് ആ ബുക്ക് എന്ന് പറയുന്നത് സയൻറ്റിഫിക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾക്ക് എവിഡൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പോലും സ്യൂഡോ സയൻസിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ചിന്തകൾ, ആ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകൾക്കനുസരിച്ചിട്ട് ആ ചിന്തകൾക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ, വിഷമുള്ള കാര്യങ്ങൾ, ഗിൽറ്റ്, ഷെയിം, ഭയങ്കര നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് തരുന്ന ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളുടെ ഫ്രീക്വൻസി എന്താണ്, അങ്ങനെ അതിൽ ആ ഒരു ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ആ ബുക്കിലുള്ള കാര്യമുണ്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ്, ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, ചാരിറ്റി ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ നല്ല തോട്ട്സുകൾ ഉണ്ടല്ലോ, അൺകണ്ടീഷണൽ ലവ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ തോട്ട്സിന് ഭയങ്കര ഹൈ ഫ്രീക്വൻസി. അതായത് ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചിന്തയ്ക്കും അതിനനുയോജ്യമായിട്ടുള്ളൊരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലെന്ത് ചിന്തയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫ്രീക്വൻസിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടുള്ളൊരു വൈബ്രേഷനാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി തോട്ട്സും ലോ ഫ്രീക്വൻസി തോട്ട്സും എന്നാണ്. അതായത് ഹൈ ഫ്രീക്വൻസി തോട്ട്സിനെയാണ് നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ലോ ഫ്രീക്വൻസി തോട്ട്സിനെയാണ് ലോ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ മാച്ച് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ വൈബ്രേഷൻ. നമ്മളുടെ വൈബ്രേഷൻ എന്താണോ അതിനെ മാച്ച് ചെയ്യുന്ന ആളുകൾ, സംഭവങ്ങൾ, ഇതൊക്കെയാണ് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ഇടിവെട്ടേറ്റവനെ പാമ്പടിച്ചെന്ന്. അതായത് കഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വീണ്ടും കഷ്ടപ്പാടുമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ലോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഹൈ ആണെങ്കിൽ കൂടുതൽ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ചില സാധനങ്ങൾ ഇല്ലായിരിക്കും, പക്ഷെ നമ്മളത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നടക്കണം. നമ്മൾ ചിലപ്പോൾ ഒട്ടും പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോടീശ്വരനാണെന്ന് വിചാരിച്ചിട്ടിരിക്കണം എന്ന് പറയുന്നതൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒട്ടും ദഹിക്കാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഭയങ്കര എപ്പോഴും അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഞാൻ ആരോഗ്യവതിയാണ്. ഇപ്പം ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ആൾക്ക് പൈസയാണ് വേണ്ടെങ്കിൽ ഞാൻ കോടീശ്വരനാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്നുള്ളൊരു സാധനം വരും. അപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു ഡാഷ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സാധനം ഈസ് ഈക്വൽ ടു എക്സ്, മറ്റേത് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുക്കില്ല. ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല. അസ്യൂം എക്സ് ഈസ് ഈക്വൽ ടു ഡാഷ്, വൈ ഈസ് ഈക്വൽ ടു, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളത് അസ്യൂം ചെയ്ത് വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അതുപോലെ ഇതെടുത്താൽ മതി. അതായത് നമുക്ക് വേണ്ട സ്റ്റേറ്റ് എന്താണോ, നമ്മൾക്ക് സന്തോഷം വേണമെങ്കിൽ ഐ ആം ഹാപ്പി എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഐ ആം പീസ്ഫുൾ, ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു വീടുണ്ട്, ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമൊക്കെ എൻ്റെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ അയ്യോ ഇതെന്ത് മണ്ടത്തരമാണ് എന്നൊക്കെ അവർ ചോദിക്കുമായിരുന്നു. കാരണം ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിടക്കുന്ന ഒരു സാധനം. അപ്പോൾ അത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവർക്ക് അതൊരു റിജക്ഷൻ ആയിരിക്കും. കാരണം ഒട്ടും പൈസ ഇല്ലാത്ത ഒരാൾ, ഭയങ്കര കടവും ബാധ്യതയൊക്കെയുള്ള ആള്, ഞാൻ കോടീശ്വരനാണ്, ഐ ആം വെൽത്തി എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും ഇവർ ഐ ആം വെൽത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ പ്രാവശ്യം പറയുമ്പോൾ അവർ ആക്ച്വലി അവരുടെ ഉള്ളിൽ പറയുന്നത് അയ്യോ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, പിന്നെ ഞാൻ നോണയാണല്ലോ പറയുന്നത്, എന്ത് മണ്ടത്തരമാണത് എന്നുള്ളൊരു ഓരോ പ്രാവശ്യം അവർ ഐ ആം പൂവർ എന്ന് പറയുന്നതിന് തുല്യമാണ്.
പക്ഷേ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, അതായത് മാത്സിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പോലെ ആദ്യം നമ്മൾക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ എത്തിച്ചേരും, നമ്മൾ അതിൻ്റെ ആക്ഷൻസ് എടുക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിലോട്ട് എത്തിച്ചേരും. ഫൈനലി എനിക്ക് വേണ്ട റിസൾട്ട് ഇതാണ്, ഇതിലോട്ട് ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പറയുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലോട്ട് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നമ്മൾക്ക് വേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ഇത് തെറ്റായിട്ടുള്ളതല്ല, നമുക്ക് വേണ്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ നിങ്ങളതിനെ എടുക്കുക, നിങ്ങളതിനെ റിജക്റ്റ് ചെയ്യാതെ എടുക്കുക. ഇനി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിന് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്താൻ പോവുകയാണ്, ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് റിസൾട്ട്, നമ്മുടെ മൈൻഡിനെ നമ്മളൊരു പുതിയ കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുള്ള രീതിയിലുള്ളൊരു അഫർമേഷൻ നമ്മൾ ആദ്യം നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകളുടെ ഉള്ളിൽ ഭയങ്കര മുറിവുകളൊക്കെ ഉണ്ടായിരിക്കും. അതായത് പണ്ട് നടന്നിട്ടുള്ള കാര്യമായിരിക്കും, മിക്കവാറും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു 12 വയസ്സിന് താഴെയുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ്, സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, ആരുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, എപ്പോഴും റിജക്ഷൻ ആയിരിക്കും, എപ്പോഴും നോ ആയിരിക്കും കേട്ടിട്ടുള്ളത്, ഒന്നിനെയും കൊള്ളില്ലാത്തത് എന്നൊക്കെയുള്ളൊരു രീതിയിൽ കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഉള്ളിൽ വിഷമങ്ങൾ, മുറിവുകൾ, അങ്ങനെയുള്ള ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കത് നടക്കാറില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കുന്ന പെയിൻ അതെപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള മുറിവുകൾ നിങ്ങൾ ആദ്യം തന്നെ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ദെൻ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഉള്ളിൽ പെയിനും കാര്യങ്ങളും കെടുക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ എന്തായാലും ലോ ആയിരിക്കും. അപ്പോൾ ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഹീലിംഗ് ആവശ്യമാണെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ ഹീലിംഗ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൂയിസ് എൽഹേൻ്റെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്നൊരു ബുക്കായിരുന്നു ഞാൻ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ലൈഫ് നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം, അത് ഇംഗ്ലീഷിലാണ് ആ ബുക്ക് ഉള്ളത്, എൻ്റെ അറിവിൽ അത് മലയാളത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഹീലിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു ബുക്കാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ മുറിവുകളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക. ചിലർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കും വേണ്ടത്, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഹീൽ ചെയ്യുക. പിന്നെ എനിക്ക് ആ ഹീലിംഗ് കൂടാതെ തന്നെ എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇത് ഫെയർ അല്ല, എന്നോട് ദൈവം പോലും കരുണ കാണിക്കുന്നില്ല, ചിലത് ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ചില ആളുകൾ എന്നോട് ഭയങ്കരമായിട്ട് മോശമായി പെരുമാറിയ ആളുകളുണ്ട്, എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ളതുണ്ട്, എന്നെ കീറി മുറിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചില ആളുകൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ, എൻ്റെ ലൈഫിൽ എന്താണ് എനിക്ക് മാത്രം എന്തിങ്ങനെ സംഭവിക്കണേ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഫോർഗീവ്നെസ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് സാധനങ്ങൾ, മറ്റുള്ളവരോടുള്ളൊരു ദേഷ്യം, അതൊക്കെ മാറ്റാനായിട്ട് ഫോർഗീവ്നെസ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ വരും, നമ്മളോട് തെറ്റ് ചെയ്തവരോട് എന്തിനാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പേപ്പർ ബേണിങ്, അതുപോലെ ഹോപ്പനൊപ്പനോ പ്രാക്ടീസ്, ബുദ്ധ ഫോർഗീവ്നെസ്, ക്ഷമാധ്യാനം, അങ്ങനത്തെ ആർക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഈ ഫോർഗീവ്നെസ് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല, ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ ഏറ്റവും മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തിനാണ് ഫോർഗീവ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഫോർഗീവ് ചെയ്യാൻ പറ്റും, ഹോപ്പിനൊപ്പിനും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണത്, അങ്ങനെ ഓരോന്നും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഫോർഗീവ്നെസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ലിബറേഷൻ പോലെയാണ്. ഈ വേറെ ആളുകളോടൊക്കെ ദേഷ്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഓരോരുത്തരോടും നമുക്ക് ദേഷ്യം വന്നിട്ട് ഈ ദേഷ്യമൊക്കെ നമ്മളുടെ മനസ്സിലിട്ടിട്ട് നമുക്കൊരു ഭാരം പോലെയാണ്. അപ്പോൾ നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മളായിരിക്കും ഇവർ തെറ്റ് ചെയ്തു, പിന്നെ നമ്മൾ എന്തിനാ, അപ്പോൾ അവർ ചെയ്തത് തെറ്റല്ലെന്നാണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒന്നാമതേ നമുക്ക് അവർ ഇഷ്ടമല്ല, പിന്നെ അവരോടുള്ള ഇഷ്ടക്കേടൊക്കെ എന്തിനാ നമ്മളുടെ മനസ്സിൽ ക്യാരി ചെയ്ത് നമ്മളുടെ മനസ്സ് മോശമാക്കുന്നത്. സോ ഫോർഗീവ് ചെയ്യുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോവുക ചെയ്യുന്നത്. നമുക്ക് ഫ്രീഡം കിട്ടും, നമ്മളുടെ സന്തോഷത്തിനും നമ്മളുടെ മനസ്സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്.
അപ്പോൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറേ സ്പേസ് അവിടെ കിട്ടിയതുപോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഭയങ്കര സന്തോഷമൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഫോർഗീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സ്പീഡിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫോർഗീവ്നെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പോയി. അതിനുശേഷം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും ലൈഫിലുള്ള കാര്യങ്ങളോട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ ആ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള തടസ്സങ്ങളാണ് മാറുന്നത്. അതിനുശേഷം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക. അപ്പോൾ അത്രയും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് നല്ല ക്ലീൻ ആവും. ഇനി ഈ മൈൻഡൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഫോർഗീവ് ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു, അൺകണ്ടീഷണൽ ലവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ കുറേയും കൂടിയും ശാന്തമായിട്ടുണ്ട്, പീസ്ഫുൾ ആയിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടിയും എന്താ ഒരു സുഖം നമുക്കൊരു ഫീൽ ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടും. കാരണം ഈ പാസ്റ്റിലെ നമ്മളുടെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഉള്ളിലുള്ള മുറിവുകൾ, ഹീലിംഗ്, അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പറഞ്ഞിട്ട് ഇനി വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മളോടൊരു കമ്പാഷൻ ഉണ്ടായിരിക്കണം. നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും പണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇറ്റ്സ് ഓവർ. നമ്മളൊരു പുതിയ ജേണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുക, ആരും ആശ്വസിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുക, നമ്മളുടെ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുക. സെൽഫ് ലവിൻ്റെ വീഡിയോസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളിതിൽ വീണ്ടും ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് നടക്കണം, നമുക്ക് നമ്മളോടൊരു സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ചില ആളുകൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് നടക്കാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും ഉണ്ടോ, ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ലാതെയുണ്ടോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഇനി പാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ എന്താണ്? നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാത്തത്, നമുക്കൊരു പാഷൻ ഇല്ലാത്തത്, നമുക്കൊരു പർപ്പസ് ഇല്ലാത്തത്. അപ്പോൾ അത് സെറ്റ് ചെയ്യലാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു പർപ്പസ് എന്താണ്, പാഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളുടെ ഈ ചാനലുണ്ട് കേട്ടോ. ഇഗിഗായൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഒരു പാഷനും പർപ്പസിലോട്ടൊക്കെ കണ്ടുപിടിക്കുന്നത്, അതുപോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമ്മളുടെ ഇൻ്റലിജൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്താണെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും നമുക്ക്. അപ്പോൾ നല്ലൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക. ഗോള് നമ്മൾ പല പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക, ഇത് തന്നെയാണോ നമ്മളുടെ ഗോള്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വേണോ. ലൈഫിൽ എല്ലാ ഏരിയയിലും നിങ്ങൾ ഗോളൊക്കെ എഴുതി വെക്കുക. അല്ലാതെ നമ്മൾ കുറച്ച് നാൾ ഒരു ഗോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇതല്ലല്ലോ എനിക്ക് വേണ്ടത്, വേറെ ഏതാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടത് മാറ്റും, പിന്നെയും നമ്മൾ മാറ്റും. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതെ വരും. ഇനി ലോ ഓഫ് അട്രാക്ഷനൊക്കെ വെച്ചിട്ട് ചില ആളുകൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കണം. അപ്പോൾ ആക്ഷൻ എടുക്കുന്ന സമയത്തായിരിക്കും ചില ആളുകൾക്ക് അത് മാറ്റി വെക്കുന്ന ഒരു നാളെ ചെയ്യാം മറ്റന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വഭാവം കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ ദേഷ്യമൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യമൊക്കെ മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ യോഗ, ഇതൊക്കെ നമ്മളുടെ ദേഷ്യം മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില ആളുകൾക്ക് ഒട്ടും ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുക. നല്ലൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക. നല്ലൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ ആയിരിക്കണം. അല്ലാതെ നമ്മളുടെ ലക്ഷ്യങ്ങളൊന്ന് നമ്മളൊരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധമില്ലാത്ത എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിലൊന്നും നടക്കില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, അതാണ് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ലൈഫിനെ ക്രമീകരിക്കുക. നല്ലൊരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ മോർണിംഗ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അപ്പോൾ റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്, ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫിൽ ഫിക്സഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് ഉറങ്ങുന്ന സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക,
ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നത്, അല്ല വലിയവരാണെങ്കിൽ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ആ സമയം ഫിക്സഡ് ആയിരിക്കുമല്ലോ, സ്കൂൾ ടൈം ഫിക്സഡ് ആയിരിക്കും, നമ്മുടെ ഓഫീസ് ടൈം ഫിക്സഡ് ആയിരിക്കും. ഉറങ്ങുന്ന സമയം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പല്ല് തേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, എക്സസൈസ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഫിക്സഡ് ആയിരിക്കും. എന്നിട്ട് അതിൽ ബാക്കിയുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും 1% എങ്കിലും നമ്മൾ ചെയ്താലല്ലേ ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നല്ല മോർണിംഗ് റുട്ടീൻ, ഈവനിങ് റുട്ടീൻ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള സമയവും രാത്രി ഉറക്കം എഴുന്നേറ്റിട്ടുള്ള സമയവും നിങ്ങൾ പെട്ടെന്ന് തന്നെ മൊബൈൽ നോക്കുക, വാട്സപ്പ് ചെക്ക് ചെയ്യുക, സ്റ്റാറ്റസ് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, റീലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ടുള്ള അരമണിക്കൂറിന് പ്ലാറ്റിനം 30 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എവിടേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇതായിരിക്കും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല അഫർമേഷൻസ് പറയാം, നല്ല വിഷ്വലൈസേഷൻ ചെയ്യാം, ഗോളുകളൊക്കെ എഴുതാം, പ്രാർത്ഥിക്കാം. നല്ല മനസ്സ് ശാന്തമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ ഉടനെ പത്രം വായിക്കുന്നവരുണ്ട്, കാരണം അതാണ് മലയാളികളുടെ ഒരു ശീലമാണ്. പക്ഷെ പത്രത്തിൽ മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ആദ്യം തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുത്താൽ അന്നത്തെ ദിവസം എങ്ങനെയിരിക്കും, ഈ ലോകം ശരിയല്ല, ആളുകൾ ശരിയല്ല എന്നുള്ളൊരു തോട്ടായിരിക്കും നമ്മളുടെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ശരീരത്തിന് നല്ലൊരു എക്സസൈസ് കൊടുക്കുക, നമ്മളുടെ മനസ്സ് ശാന്തമാകാനായിട്ട് മൈൻഡ്ഫുൾനെസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസൊക്കെ നിങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ വിദേശികളുടെയൊക്കെ കുറേ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അവർ കോൺഷ്യസ് ലീവിങ്, മൈൻഡ്ഫുൾ ലീവിങ്, സ്ലോ ലീവിങ് എന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ ഇപ്പോൾ ഫാസ്റ്റ് ലൈഫിൻ്റെ പുറകെയല്ല പോകുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഫാസ്റ്റ് ലൈഫിലാണ് പോകുന്നത്. നമ്മൾ എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കി സ്ലോ ലൈഫിലേക്ക് വരണേന്നുള്ളത് അറിയില്ല. അതായത് ഇപ്പം നമ്മൾ കുറേ ന്യൂസൊക്കെ കണ്ടിട്ടില്ലേ, വർക്ക് പ്രഷർ മൂലം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അസുഖമൊക്കെ വരുന്നു. അങ്ങനെ പല പല കേസുകൾ നമ്മളിപ്പോൾ പത്രത്തിൽ ഈ അടുത്തിടെയായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ യുവാക്കളൊക്കെ ഇനി അതിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഡ്രഗ് അഡിക്ഷൻ, മയക്കുമരുന്ന്, ഇപ്പോഴത്തെ തലമുറ വഴി തെറ്റുന്നു എന്നൊക്കെ നമ്മൾ, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല തലമുറകളൊക്കെ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ലോ ലിവിങ്, മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അങ്ങനെയൊക്കെ അതിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഭയങ്കര നല്ലതാണ്. നമ്മളിങ്ങനെ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ കാണിക്കുന്നത് മാത്രം കണ്ടാൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെങ്ങനെയാണോ അതുപോലെ നമുക്ക് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ നടക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹീലിംഗ് കംപ്ലീറ്റ് നടന്നിട്ടില്ലെങ്കിൽ അതിലോട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് പ്യൂരിഫിക്കേഷൻ നടക്കണമെങ്കിൽ മാത്രമേ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവുള്ളൂ. ഇനിയും അടുത്തത്, നിങ്ങൾക്ക് നല്ല സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ള, കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ഗോളല്ല, ഇന്നും നാളെ മറ്റന്നാളൊക്കെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഗോളല്ലാണ്ട് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല വ്യക്തതയുള്ളൊരു ഗോളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇനി കുറേ ഗോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനുള്ള ആക്ഷൻ പ്ലാൻ, നമ്മളുടെ നല്ലൊരു ഡെയിലി റുട്ടീൻ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ചില ആളുകൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. വെറുതെ കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കുറച്ച് വ്യൂസ് ഉണ്ടാക്കാനോ. ഓരോ ആളുകളും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഓരോരോ ഇൻറ്റൻഷൻ അവരുടെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അവർ ഇതിൽ ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ മെത്തേഡുകളൊക്കെ പറഞ്ഞിട്ട് കുറേ മെത്തേഡുകൾ ചെയ്ത് പരാജയപ്പെട്ട ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് തന്നെയാണ് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനോടൊക്കെ നിങ്ങൾക്ക് നോ പറയാനായിട്ട് പറ്റണം. നിങ്ങൾക്കൊരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റണം.
എനിക്ക് അതായത് നമ്മളിങ്ങനെ കുറേ ആളുകളെയൊക്കെ പ്ലേസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ആളുകളെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തുക. നിങ്ങളെ തന്നെ ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ഒഴിവാക്കുക. അതുപോലെ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നല്ല കാര്യങ്ങളായിരിക്കണം മനസ്സിൽ ചിന്തിക്കേണ്ടത്. എഴുന്നേറ്റ ഉടനെ നല്ല കാര്യങ്ങളായിരിക്കണം. നല്ല മോർണിംഗ് റൂട്ടീൻസ് ഉണ്ടാക്കുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് നല്ല നല്ല അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വിഷ്വലൈസേഷൻ കൊടുക്കാൻ പറ്റും. നല്ലൊരു ഗോൾ സെറ്റിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഗോളുകൾ എഴുതാം. ഒരു ബുക്ക് എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് കുറേ ഗോൾസുകൾ എഴുതി വയ്ക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നല്ല വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറേ ടൂൾസും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫൈനലി നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ ടെൻഷൻ അടിക്കാതെ ആ ഒരു പ്രോസസ്സും കൂടി നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ത്രൂ ഔട്ട് ദ ജേർണി നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ താഴെ തന്നെ അതിൻ്റെ റിപ്ലൈ ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് വാട്സപ്പിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ പല ക്ലയൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഇത്തിരി കൂടിപ്പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്.